വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൻറ്റി കൊണ്ടുവന്നിപ്പോൾ ഇൻസ്റ്റയിലേക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് തന്നു. ഏപ്രിൽ ലില്ലി, ഈസ്റ്റർ ലില്ലി എന്നൊക്കെയാണ് മൂപ്പർ അറിയപ്പെടുന്നത്. എന്നാൽ കൈയോടെ പോയി ചെടി നട്ടേക്കാന്ന് കരുതി മുറ്റത്തോട്ട് ഇറങ്ങി. വീടിനോട് ചേർത്ത് നടരുത് നമ്മുടെ സ്ട്രിക്റ്റ് റൂൾ ഉണ്ടായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ അനിയത്തിയും ചേർന്ന് ഈ കക്ഷിയെ വീടിൻ്റെ ഇറമ്പിലായിട്ട് മുൻവശത്ത് ഒരു ബോർഡർ പ്ലാന്റ് പോലെയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടുതലും ഈ ഒരു സമയത്താണല്ലോ പൂക്കൾ തരുന്നത്. സോ അതുവരെ അതങ്ങനെ കാട് പിടിച്ച് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളില്ലാത്തപ്പോൾ അമ്മ അതെല്ലാം വെട്ടി മാറ്റേണ്ടി വന്നു. സോ ഇത്തവണ ഞാൻ കുറച്ച് മാറി മതിലിനോട് ചേർത്ത് നട്ടു. സൺസെറ്റ് ആയി വരുക കേട്ടോ. സോ ആ ഒരു ഗോൾഡൻ ലൈറ്റൊക്കെ ഇതിൽ വന്നടിച്ചിട്ട് നല്ല വൈബ്രൻറ്റ് ലുക്കായിട്ടുണ്ട്. ഇപ്പോൾ ലില്ലി നട്ട ഭാഗത്തായിട്ട് കുറച്ചധികം നാടൻ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. വീട്ടിലെപ്പോഴും പൂക്കളുടെ ആവശ്യമുണ്ടേ, അതായത് പ്രെയർ ഏരിയയിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലും ടീ ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇവരാകുമ്പോൾ എപ്പോഴും പൂക്കളുണ്ടാവും. ബട്ട് ഇവരിങ്ങനെ വളർന്ന് മുകളിലോട്ട് പോകുമ്പോൾ താഴെ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവുമല്ലോ, അവിടെ കവർ ചെയ്യാനും ഒരു ഭംഗിക്കൊക്കെ വേണ്ടി ഹെലിക്കോണിയും കാനലില്ലിയൊക്കെ വെച്ച് വരുവാൻ ഞാൻ. പിന്നെ ഈ ഒരു ഭാഗത്തെ മതിലിനോട് ചേർത്ത് അധികം കെയർ വേണ്ടാത്ത ഇലച്ചെടികളും ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് വരുക കേട്ടോ.